ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാഗ ബോർഡറാണ്. അമൃത്സറിൽ നിന്ന് 24 കിലോമീറ്ററേ ഉള്ളൂ വാഗ ബോർഡറിലേക്ക്. ശരിക്കും നമ്മൾ ഇന്ത്യക്കാർ അട്ടാരി ബോർഡർ എന്നാണ് പറയേണ്ടത്. ഗ്രാൻഡ് ട്രങ്ക് റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. വാഗ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ അവസാനത്തെ ഗ്രാമവും അട്ടാരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമവുമാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു അട്ടാരി വാഗ ബോർഡർ എന്നും പറയാം. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ടാക്സിയിലാണ് വന്നത്. ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ ടിക്കറ്റും എടുക്കേണ്ടതില്ല. 6 മണിയോടെയാണ് ബീറ്റിംഗ് സെറിമണി സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ നമ്മളൊരു 5 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്താൻ ശ്രദ്ധിക്കുക. എങ്കിലേ നമുക്ക് നല്ല സീറ്റ് കിട്ടുകയുള്ളൂ. ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ കയറുമ്പോൾ തന്നെ കയ്യിൽ വെള്ളവും അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ സ്നാക്സൊക്കെ വാങ്ങി വെക്കുക. ഞങ്ങൾ ക്യാപ്പും അതുപോലെ വെള്ളക്കുപ്പിയും സ്നാക്സും ഒക്കെ വാങ്ങി ഞങ്ങളും ഉള്ളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് കേട്ടോ. നമ്മൾ ഉള്ളിലോട്ട് കയറിയാൽ പിന്നെ ജാമർ ഉള്ളത് കൊണ്ട് നമ്മളെ മൊബൈലിന് സിഗ്നലൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ക്യൂ ആണ്. സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞാണ് ഇവർ നമ്മളെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പവർ ബാങ്ക്, വലിയ ബാഗുകൾ, ഷാർപ്പ് ഐറ്റംസ്, ടൊബാക്കോ ഐറ്റംസ് ഇതൊന്നും കൊണ്ടുപോവാതെ ശ്രദ്ധിക്കുക. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയത്തിലോട്ട് അധികം ദൂരമില്ല. ഇവിടെ നമുക്ക് ഫോട്ടോസ് എല്ലാം എടുക്കാം. നമ്മൾ JCP അട്ടാരി ബോർഡറിൽ എത്തിയിട്ടോ. നമ്മൾ ഇന്ത്യൻ സ്റ്റേഡിയത്തിൽ പോയിരിക്കണേ ബീറ്റിംഗ് സെറമണി കാണാൻ. ഇന്ത്യയുടെയും BSFിൻ്റെയും ഫ്ലാഗുകളാണ് ആ പാറുന്നത് നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ. BSFിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ. അവിടെ നമുക്ക് കയറണമെങ്കിൽ ഒരു 10 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ കയറി കാണാം. അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മളുടെ എൻട്രി വരുന്നത് സ്റ്റേഡിയത്തിലോട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല സീറ്റ് കിട്ടി ഇരിക്കാൻ. ഇതാണ് ഒരു സൈഡിൽ ഇന്ത്യൻ്റെ സ്റ്റേഡിയം, മറ്റേ സൈഡിൽ പാകിസ്ഥാൻ്റേതും കാണാം. പക്ഷേ പാകിസ്ഥാൻ്റെ സ്റ്റേഡിയത്തിൽ ആരും കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ വരുമായിരിക്കും നമുക്ക് കരുതാം. സെറിമണി തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ അവരിങ്ങനെ അനൗൺസ് ചെയ്തു, ഇഷ്ടമുള്ള ലേഡീസിനൊക്കെ ഇതുപോലെ താഴെ വരാം, ഇന്ത്യയുടെ ഫ്ലാഗ് പിടിച്ച് ഇതിലിങ്ങനെ നടക്കാമെന്നൊക്കെ. കുറേ പേര് ഇറങ്ങിച്ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലേഡീസിൻ്റെ എണ്ണം കൂടി. പിന്നെ ഒരു 10-20 മിനിറ്റ് അവിടെ എല്ലാവരും കൂടി ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ സെറിമണി സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ പാകിസ്ഥാൻ്റെ സെറിമണി ആ സൈഡിലും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയുടെ സൈഡിലായിരുന്നു കേട്ടോ. അപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാൻ്റെ സെറിമണിയും അവിടുത്തെ ആൾക്കാരെയും നമുക്ക് കാണാം. അവരുടെ കൊടിയും കാണാം. പണ്ട് ഈ ഗേറ്റ് ഓപ്പൺ ആക്കുമായിരുന്നു അത്രേ. ഇപ്പം നമ്മുടെ പഹൽഗാമിൻ്റെ പ്രശ്നത്തിന് ശേഷം ഇത് തുറന്നിട്ടില്ല. പിന്നെ ഏറ്റവും അവസാനം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഫ്ലാഗ് താഴുന്നതാണ് ആ കാണുന്നത്.
അങ്ങനെ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും പതാകകളൊക്കെ താഴ്ന്നു. സെറമണീസ് എല്ലാം അവസാനിച്ചു. ഞങ്ങൾ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരക്കിൽ പെടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് എണീറ്റ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.